വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 14ആയി. ചികിത്സയിലുള്ള 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 6 പേർ അപകടനില തരണം ചെയ്തു. 4 പേരെ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. 9 പേരിൽ 8 പേരുടെയും മൃതദേഹം വിട്ടുകൊടുത്തു. മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡന്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ളത്. അതിന്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം അഡ്മിറ്റഡ് ആയിരിക്കുന്നത് 11 പേര്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. അതിലൊരാൾക്ക് റീസെന്റ് ആയിട്ടൊരു സർജറിയും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിലെ 2 പേര് അഡ്മിറ്റഡ് ആണ്. ഡിസ്ചാർജ് ചെയ്ത് പോയിരിക്കുന്നത് 3 പേരായിരുന്നു. അതിലൊരു സാജൻ വീണ്ടും എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ തേടിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള കണക്ക് ഇപ്പോൾ 10 പേരുടെയാണ്. ഇതിൽ നമുക്ക് ബോഡി പാർട്സ് ഇന്നലെ ഇന്നുമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്തിരിക്കുന്ന നമുക്ക് DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സിൽ നിന്നും ഡോക്ടേഴ്സ് ഇപ്പോൾ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 4 പേരുടെയാണ് റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സിബി, ഇപ്പോൾ മരണം 14ആയിരിക്കുന്നു. ഇന്ന് ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങുന്നു. ഒപ്പം തന്നെ അവിടെ ചികിത്സയിലുള്ള മറ്റ് ആളുകളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെയാണ് 2 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. അവർ വെന്റിലേറ്ററിലായിരുന്നു. അവരുടെ ആരോഗ്യനിലയിൽ ഏതെങ്കിലും തരത്തിൽ പുരോഗതിയുണ്ടോ സിബി ഇപ്പോൾ? വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 2 പേരിൽ ഒരാളുടെ മരണമാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചത്. പട്ടാമ്പി സ്വദേശിയായ പ്രവീണാണ് മരിച്ചത്. മറ്റൊരാൾ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അത് ഈ വെടിക്കെട്ടിൻ്റെ ഈ പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസിയായ സതീഷാണ്. സതീഷും പ്രവീണുമായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്റർ കഴിഞ്ഞിരുന്നത്. അതിൽ പ്രവീണാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മരിച്ചു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ ആകെ 13 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ ഡിസ്ചാർജായി. അവർ വീട്ടിലേക്ക് അവർ ചികിത്സയ്ക്ക് ശേഷം മടങ്ങുകയും ചെയ്തു. ബാക്കിയുള്ള 11 പേരിൽ 5 പേർ നില ഗുരുതരാവസ്ഥയിലായിരുന്നു. 5 പേരിൽ 2 പേർ വെന്റിലേറ്ററിലും 3 പേർ ICUയിലുമാണ്. ഇതിൽ വെന്റിലേറ്റർ ഉണ്ടായിരുന്ന ഒരാളാണ് പട്ടാമ്പി സ്വദേശിയായ പ്രവീണാണ് അല്പസമയം മുമ്പ് മരിച്ചത്. പ്രവീണിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പ്രവീണിൻ്റെ മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. എന്തായാലും ഈ അപകടത്തിൽ ഇപ്പോൾ മരിച്ച മൃതദേഹങ്ങളുടെ എണ്ണം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 10 ആയി എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. നമുക്ക് നേരത്തെ 13 പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 14 പേർ മരിച്ചു എന്ന് പറയാം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തൃശ്ശൂർ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് 4 മിസ്സിംഗ് കേസുകൾ, 4 പേരെ കാണാതായി എന്നുള്ള വിവരം കൂടി തൃശ്ശൂർ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ 4 കൺട്രോൾ റൂം നമ്പറുകൾ വിവിധ ഇടങ്ങളിലായി നൽകിയിരുന്നു. അങ്ങോട്ടേക്ക് ബന്ധപ്പെട്ടവരും ഈ കാണാതായവരുടെ ബന്ധുക്കൾ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ 4 പേരെ കാണാനില്ല എന്നുള്ള വിവരം കൂടി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേരുടെ പേരുവിവരങ്ങൾ തെക്കുംകര സ്വദേശി സുരേഷ്, തൃശ്ശൂർ കോട്ടപ്പുറം സ്വദേശി അഭിജിത്ത്, തൃശ്ശൂർ മനക്കുടി സ്വദേശി വിഷ്ണു, തൃശ്ശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷ്, ഈ 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ ഈ മെഡിക്കൽ കോളേജിൽ മോർച്ചറിക്ക് മുന്നിലാണ് ഞാനുള്ളത്. ഈ മോർച്ചറിക്കകത്ത് 29 ശരീരഭാഗങ്ങളും ഒരാളുടെ കത്തിക്കരിഞ്ഞ പൂർണ്ണമായ ശരീരമുണ്ട്. അങ്ങനെ ഇവയുടെ DNA സാമ്പിളുകൾ, ഈ 4 പേരെ കാണാതായ 4 പേരുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ഈ ഒരു ശരീര അവശിഷ്ടങ്ങളുമായി ഒത്തുനോക്കും. അങ്ങനെയെങ്കിൽ അവിടെ ആ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതുമായി യോജിക്കുന്നുണ്ടെങ്കിൽ 4 പേരെ തിരിച്ചറിയാൻ കഴിയും. അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ശരീരഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിലോ അല്ല ഇവരെങ്കിൽ പുറത്ത് ഇവരുടെ മൃതദേഹം ഇവരെ വേറെ എങ്ങനെയും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇവരുടെ മൃതദേഹങ്ങളോ ബന്ധശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഈ
അപകടമുണ്ടായ സ്ഥലത്തുണ്ടോ എന്നൊക്കെ സംശയം വീണ്ടും ജനിപ്പിക്കുന്നു. എന്തായാലും മരണസംഖ്യ ഉയരുന്നു എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിലവിൽ 10 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗികമായ കണക്കുകളുണ്ട്. 14 പേർ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം 14 പേർ മരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 പേരെ കാണാതായിരിക്കുന്നു. 10 പേർ ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവർ ചികിത്സയിലുള്ളവരിൽ ഇനിയിപ്പോൾ 4 പേരുടെ നില അതിഗുരുതരമാണ്. 6 പേർ ഇപ്പോൾ അവരുടെ ചികിത്സയിൽ അവർ കുഴപ്പമില്ല, അവർ നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ വേദനാജനകമായ കാഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ നമുക്ക് ഞാൻ നിൽക്കുന്ന ഈ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു മരണം കൂടി ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് 4 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. 6 പേരുടെ നിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് തന്നെ വലിയ ആശങ്കയേറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ 4 മിസ്സിംഗ് കേസുകൾ കൂടി, 4 പേരെ കാണാതായിട്ടുണ്ട്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും അത് വലിയ ആശങ്കയേറ്റുന്ന കാര്യം കൂടിയാണ്. തൃശ്ശൂർ